ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചതായിരുന്നു. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്നപ്പോൾ തന്നെ പുറത്ത് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയ തോതിലൊരു മഴ. ഇതിലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര കുക്കാന്ന്. കുക്കൊന്നും അല്ല കേട്ടോ. എൻ്റെ കുഞ്ഞിൽ എനിക്ക് അടുക്കളയിൽ കയറുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് വേറൊന്നുമല്ല, പഠിക്കാൻ ഇരിക്കാൻ ഉള്ള മടി കൊണ്ടാട്ടോ. അങ്ങനെ പഠിക്കാതെയൊക്കെ നടന്ന കുറേ നാൾ ഞാൻ തള്ളി നീക്കി. ഏറ്റവും അവസാനം 10th കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി പഠിക്കാതിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ പയ്യെ പഠിത്തത്തിലേക്ക് തിരിഞ്ഞു. ആ സമയം തൊട്ടാണ് ഞാൻ പിന്നെ അടുക്കളയുടെ 7 അയലോക്കത്ത് പോകില്ല. അതിനുശേഷം എന്നെ ഒന്നിനും തന്നെ അമ്മക്ക് കിട്ടില്ല. അതുവരെ അമ്മയുടെ പുറകെ നടന്ന് അമ്മച്ചിക്ക് ഓരോന്നും ചെയ്തു കൊടുത്തുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് ഞാൻ ഒന്നും ചെയ്യാതായത്, വലിയൊരു മടിച്ചിയായത്. ഇപ്പോഴും വീട്ടിൽ പോയി അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നീട് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ അടുക്കളയിൽ കയറാൻ തുടങ്ങിയത്. അടുക്കളയിൽ കയറി ഓരോന്നോരോന്ന് ചെയ്തു വരുമായിരുന്നു. പിന്നെ ഏകദേശം കല്യാണം കഴിഞ്ഞ് 2.5 വർഷം ആയതിനു ശേഷമാണ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും, അടുക്കളയിൽ നിന്നും വീട്ടിലും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ അത്യാവശ്യത്തിന് എനിക്കറിയാം ചെയ്യാൻ. കുക്കിംഗ് ഞാൻ കൂടുതലും പഠിച്ചത് തന്നെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടു തന്നെയാണ്. അതിൽ 100% ഒരു 75% അത് സക്സസ് ആവുകയും ബാക്കി 25% അടിയെ സ്ലോപ്പായി പോവുകയും ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഫുഡ് പാളിപ്പോയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പാളിപ്പോയപ്പം അതിനുശേഷം എന്തൊക്കെയാണ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റണേന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഓരോരോ സാധനങ്ങളും കൂടുതലും പഠിച്ചത്. പിന്നെ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയ ഫുഡ് പാളിപ്പോയത് പിന്നെ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് തന്നെയാണ് ചോദിക്കാറ്. അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കാറുള്ളപ്പോൾ അമ്മച്ചി ഉണ്ടാക്കുന്ന രീതിയിൽ അമ്മ പറഞ്ഞു തരും, അത് ഞാൻ ഉണ്ടാക്കും. അതിലെന്തെങ്കിലും ടേസ്റ്റിൽ വ്യത്യാസപ്പെടുത്തേണ്ടതാണെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ എന്ത് കുറച്ചാലാണ് ഏത് ടേസ്റ്റ് വരും, എന്ത് കൂട്ടിയാലാണ് ഏത് ടേസ്റ്റ് വരും, അങ്ങനെ ഏറെക്കുറെ ഇപ്പോൾ അറിയാം. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം അറിയാമെന്നല്ല കേട്ടോ പറയുന്നത്. ഇപ്പോഴും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഞാൻ യൂട്യൂബ് തന്നെയാണ് നോക്കാറ്. ഈ അടുത്ത കാലം വരെയും ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് യൂട്യൂബിലെ റെസിപ്പീസ് നോട്ട് ചെയ്ത് വെച്ച് തന്നെയായിരുന്നു കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം കുറേ മെമ്മറിയിൽ സ്റ്റോർ ആവുന്നുണ്ട്. ഇപ്പം നോട്ട് ചെയ്തൊന്നും നോക്കാതെ അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാലും ആവശ്യമുള്ളത് ഞാൻ യൂട്യൂബിൽ നോക്കും. യൂട്യൂബിലെ കുക്കിംഗ് വീഡിയോസൊക്കെ തുടക്കക്കാർക്ക് എത്രമാത്രം ഹെൽപ്പ് ചെയ്യേണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ശരി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടോ.